7-ാം വർഷം ശബത വർഷമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് സ്വസ്ഥമായ വർഷമാണ്. പക്ഷേ ഡബിൾ ശബദമുണ്ട്. 7 വർഷം കഴിഞ്ഞ് ഏഴ് ശബദമുണ്ട്. 49-ാം വർഷം വന്നു. സ്തോത്രം. അപ്പൊ 49-ാം വർഷം വന്നിട്ട് ആ 49-ാം വർഷവും തൊട്ടടുത്ത വർഷം 50-ാം വർഷവും. 49-ാം വർഷവും വിതയില്ല, 50-ാം വർഷവും വിതയില്ല. പക്ഷേ ആ 50-ാം വർഷത്തിൻ്റെ പേരാണ് യോബേൽ സംവത്സരം. ഒരു വിതയും നടക്കുന്നില്ല, ഒരു കൊയ്ത്തും നടക്കുന്നില്ല, സൈലന്റ് ഇയറായി. സ്തോത്രം. ഒരർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലോക്ക്ഡൗണ്. കോവിഡിന് ശേഷം ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. ലോക്ക്ഡൗണ്, ഒന്നും നടക്കുന്നില്ല, എല്ലാം പൂട്ടിയിട്ടയ്ക്കുക. എല്ലാ ഗോതമ്പും യവും ബാർലിയും എല്ലാം കർത്താവ് ഇതാ പൂട്ടിയിട്ടയ്ക്കുകയാണ്, എല്ലാം പൂട്ടിയിട്ടയ്ക്കുക. എന്നാൽ മേജർ ഈവൻസ് മുഴുവൻ ദൈവം ചെയ്തത് യോവേൽ സംവത്സരത്തിലാണ്. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം ചെയ്തത്, മേജർ ഈവൻസ് മുഴുവൻ ദൈവം ചെയ്തത് യോവേൽ സംവത്സരത്തിലാണ്. ഇല്ലെങ്കിൽ ചില അച്ചാച്ചന്മാർക്ക് തോന്നും, ഞാൻ വിതച്ചത് കൊണ്ടാണ് ഇത് നടന്നത്, ഞാൻ കൊയ്തത് കൊണ്ടാണ് ഇത് നടന്നത്. അമ്മമ്മമാർ പറയും, ഞങ്ങൾ കൊയ്ത്തുപാട്ട് പാടിയത് കൊണ്ടാണ് ഇത് നടന്നത്, ഞങ്ങൾ കളപ്പുര ഉണ്ടാക്കിയത് കൊണ്ടാണ് നടന്നത്. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, നോ, നീയും ഞാനും കൂടെ അല്ല. കർത്താവ് പറഞ്ഞു, നീ സ്വസ്ഥമായിരിക്കുക, നിനക്ക് വേണ്ടി ഞാൻ കാര്യ സമാപ്തി വരുത്താൻ പോകുക.